കാണേണ്ടവരെ ശത്രുക്കളായി കാണരുതെന്ന അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ യോഗം. അൺഎയ്ഡഡ് സ്കൂളുകളെ ശാക്തീകരിക്കുക, ഭാവി സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി എറണാകുളത്ത് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു. കേരളത്തിലെ സ്വാശ്രയ സ്കൂൾ മാനേജർമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും യോഗം ദേശീയ കോർഡിനേറ്റർ ജഗജിത് സിംഗ് ധൂരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സ്കൂൾ ജീവനക്കാർക്ക് മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും വകുപ്പ് മന്ത്രിക്കും വരെ ചിലവാക്കുന്ന കണക്ക് നോക്കിയാൽ അതിന്റെ ഒരംശം മാത്രമേ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുന്നുള്ളൂവെന്ന് അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ യോഗം 2 ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ CBSE, ISC, സംസ്ഥാന സിലബസ് സ്വാശ്രയ സ്കൂൾ മാനേജ്മെന്റ് സംഘടനാ പ്രതിനിധികളുടെയും വിദ്യാഭ്യാസ വിചക്ഷണരുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് കൗൺസിൽ അംഗങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗോകുലം കൺവെൻഷൻ ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ദേശീയ കോർഡിനേറ്റർ ജഗജിത് സിംഗ് ധൂരിയാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. ദേശീയ നേതാക്കളെ ആറന്മുള കണ്ണാടിയും കേരള സുഗന്ധദ്രവ്യങ്ങളും കസവ് നേരിയതും നൽകി സ്വീകരിച്ചു. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ വിവിധ വിഷയങ്ങളിൽ മേലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകി. അടുത്ത ദേശീയ സമ്മേളനം കശ്മീരിൽ വെച്ച് ചേരുവാൻ തീരുമാനിച്ചതായി യോഗം അറിയിച്ചു. നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ് ഉള്ള പ്രത്യേക സൗകര്യങ്ങൾ പഴയ സ്കൂൾ കെട്ടിടങ്ങളിൽ നടപ്പാക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കിട്ടുന്നതിന് ചർച്ചകളും ഒപ്പം കോടതിയിലൂടെ ഉള്ള നിയമ പരിഹാരത്തിനും ശ്രമങ്ങൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ തുടരുകയാണ്. നമ്മുടെ സംഘടന ഇന്ന് നല്ല നിയമ വിദഗ്ധരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ സംഘടന കേരളത്തിലെ മുഴുവൻ സ്വാശ്രയ സ്കൂളുകൾക്കും താങ്ങും തണലും ആകുവാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ തുടർന്നും കേരളത്തിലെയും അഖിലേന്ത്യാ തലത്തിലും ഇത്തരത്തിലെ കൂട്ടായ്മ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.